ഹരിശ്രേഷ്ഠൻ്റെ മകൻ അർജുൻ ചെയ്ത ക്യാരക്ടർ. പിന്നെ പെണ്ണ് ഈ പറഞ്ഞ പോലെ ഗർഭം ധരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സാഹചര്യം, കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കുടുംബിനി എന്ന രീതിയിലേക്ക് മാത്രം ഒതുക്കപ്പെട്ടേക്കണം ഈ സ്ക്രിപ്റ്റിൽ. ഇതിന് നല്ല സ്ക്രിപ്റ്റ്, ഈ സ്ക്രിപ്റ്റിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു പടമായിരുന്നു. പക്ഷേ എപ്പോഴും ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ളൊരു വികാരമല്ലേ? അല്ല, അങ്ങനെ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ആണിൻ്റെ പെണ്ണിൻ്റെ രീതികളിൽ എനിക്കങ്ങനെ തോന്നാറില്ല. വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ, ഫാമിലി ആയിട്ട് കുട്ടികളുമൊത്ത് കാണാൻ പറ്റിയ ഒരു നല്ലൊരു സബ്ജക്റ്റ് വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം അണിയിച്ചൊരുക്കുന്നത് ലിജു തോമസ് എന്ന സമയം. അതേപോലെ തന്നെ നമ്മുടെ അർജുൻ അശോകൻ്റെയും അനഘ നാരായണൻ്റെയും, അതേപോലെ തന്നെ പിന്നെ മാലാപാർവതി ചേച്ചി, മൃദുൽ നായർ, നവാസ് വള്ളിക്കുന്ന്, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും വളരെ മികച്ച അഭിനയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ലൊരു ഫാമിലി സബ്ജക്റ്റ് ആയിട്ട് കിട്ടിയ ഒരു നല്ലൊരു സിനിമയാണ്. കാരണം ശരിക്കും ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇത്ര നാച്ചുറലായിട്ടുള്ള ഒരു സിനിമയാണ് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സിനിമ, നമ്മുടെ നാട്ടിൻപുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു സബ്ജക്റ്റിന് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അത് രസകരമായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞ് ജസ്റ്റ് മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന സൊസൈറ്റിയിൽ നിന്നും അങ്ങനെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അതിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന നമുക്കറിയാവുന്ന ജനറലായിട്ടുള്ള ചോദ്യങ്ങളും അതിലൊരു ഫാമിലി എങ്ങനെ പ്രതികരിക്കും, വളരെ രസകരമായിട്ട് സിനിമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞവർക്ക് എന്താ പറയുക, ഇതൊരു അവരെ ഒരു ഫീലിങ്ങിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കും. കല്യാണം കഴിയാത്തവർക്കൊരു ഇത് ക്ലാസ്സുമാണ്. കാരണം കല്യാണം കഴിക്കാൻ വേണ്ടി നടന്നവർക്കൊന്നുകൂടി ഈ സിനിമ ഒന്ന് കാണേണ്ടതാണ്. കാരണം എങ്ങനെയാണ് നമ്മൾ സൊസൈറ്റി നമ്മളോട് ട്രീറ്റ് ചെയ്യുന്നത്, അതിനോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു ക്ലാസ് എടുക്കുന്ന മോഡലിലല്ല, പക്ഷെ വളരെ റിലേറ്റബിളായിട്ട് സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് വളരെ രസകരമായ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫാമിലി എൻ്റർടൈനറാണ് സിനിമ. പടം സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. നല്ല പെർഫോമൻസ്, നല്ല ഫ്രെയിംസ്, അതായത് നാച്ചുറലി എങ്ങനെ ഒരു സിനിമനെ ഒപ്പിയെടുക്കാൻ പറ്റുമോ അതേ രീതിയിൽ നമ്മുടെ ഗ്രാമപ്രദേശത്തെ ആ തനിമയൊക്കെ അതേപോലെ ഒപ്പിയെടുത്തിട്ടുണ്ട് മൂവി. ഒരു പ്രതീക്ഷയില്ലാതെ വന്ന മൂവി, പക്ഷേ മനസ്സ് നിറഞ്ഞ് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. ഒരു ബോറിങ്ങും ഇല്ല, ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല. സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു. നല്ല ഫിലിമാണ്. പടം വന്ന ഉഗ്രം മൂവി, ഒരു ഫാമിലി പടമാണ്. പക്ഷേ ഒരു ഫാമിലി മൂവിയാണ്. എസ്പെഷ്യലി പുതിയ ജനറേഷനെ പറ്റിയ ഫിലിം. വളരെ സാമൂഹിക പ്രസക്തിയുള്ള ടോപ്പിക്കാണ്. മാരീഡ് കപ്പിൾസ് അവർക്കെല്ലാം ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും അഭിനയം, മാളവതി മേഡാണെങ്കിലും അർജുൻ അശോകനായാലും മൃദുൽ നായർ ഒരു ഡയറക്ടറാണ്, നല്ല ആക്ട് ചെയ്യുന്നുണ്ട്. സുക്കൂർ റോൾ ചെയ്താണ്. എല്ലാം കൊണ്ട് നടന്ന മൂവിയാണ്. ഇത് വലിയൊരു ഹിറ്റായി. ഒരു ഫാമിലി പടം. രണ്ട് വർഷത്തെ റിലീസ് ഉണ്ടായിരുന്നു. ഒന്ന് ആന്ന് പറഞ്ഞ് ഇന്ന് തന്നെ റിലീസായിരുന്നു. പിന്നെ ഈ ഒരു പടം അർജുൻ അശോകനെ അർജുൻ ചേട്ടൻ്റെ ഗുഡ് മൂവി അല്ലേ? അഭിനയിച്ചിട്ടുണ്ട്, ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അർജുൻ ചേട്ടനായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അർജുൻ ചേട്ടൻ നല്ല ഫ്രണ്ട്ലിയാണ്, നമ്മളെ വേഗം കംഫർട്ടാക്കി. സെറ്റിലൊക്കെ നല്ലൊരു പടം എല്ലാവരും പോയി കാണണം. നല്ല ഫാമിലി ഓഡിയൻസിന് എല്ലാ സാധനവും ഉണ്ട്.